ഞാൻ സംസാരിക്കുന്നതിൽ കൂടുതലായിട്ട് കുറച്ച് ഇന്ററാക്ഷൻ ആവും. നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഒന്ന് ചോദിക്കാനനുസരിച്ച് മറുപടി പറയാം. കിഡ്നി ഡിസീസ് ഇപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്നെല്ലാം ഉപരി ഒരു പകർച്ചവ്യാധിയായിട്ട് പടർന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. എല്ലാം പ്രമേഹമായാലും പ്രശ്നമായാലും ഡിസീസ് ആയാലും ഒക്കെ വളരെ പെട്ടെന്ന് നമ്മളിപ്പോൾ ഡയാലിസിസ് സെന്റർ തുറക്കുന്ന തിരക്കിലാണ് ഓരോ ഏരിയകളിലും. പക്ഷേ ഇത് കിഡ്നി ഡിസീസ് എങ്ങനെ ഉണ്ടാവുന്നു, അതിനെങ്ങനെ നമുക്ക് പ്രിവെന്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചാണ് ബോധവൽക്കരണം വേണ്ടത്. അപ്പോഴാണ് നല്ല ഒരു സമൂഹത്തെ നമുക്ക് ഭാവിയിൽ വാർത്തെടുക്കാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾക്ക് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല. ഈ മറ്റേ കിഡ്നി ഡിസീസിൽ മെയിനായിട്ട് കിഡ്നി ഡിസീസ് ഉണ്ടാക്കുന്നതിൽ 50% കിഡ്നി ഡിസീസും പ്രമേഹം കൊണ്ട് ഉണ്ടാകുന്നത്. മൊത്തം നമ്മൾ കിഡ്നി അസുഖങ്ങൾ എടുത്തു നോക്കിയാൽ അതിൽ 50% പ്രമേഹം കാരണം ഉണ്ടാകുന്ന കിഡ്നി അസുഖങ്ങളാണ്. അതുകൂടാതെ പിന്നെ രണ്ടാമത്തെ സ്ഥാനത്താണ് പ്രഷർ. ഇന്ന് ഇവിടെ നോക്കിയപ്പോൾ ഓരോ ആൾക്കാർക്കും പ്രഷർ കൂടുതലാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ബാക്കി നിങ്ങൾ സംശയങ്ങൾ എന്തെങ്കിലും ചോദിക്കാൻ ഞാൻ അറിയുന്നതോട് പറഞ്ഞുതരാം. കൂട്ടത്തിൽ നിങ്ങളെ ഡോക്ടർ പറഞ്ഞ പോലെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ചോദിക്കുക. രണ്ട് നമ്പർ ഉണ്ടല്ലോ, അതിന്റെ ഒരു സിസ്റ്റോളിക് ഡയസ്റ്റോളിക് പ്രഷർ എന്നാണ്. അത് സാധാരണ നോർമൽ ആയിട്ട് വരുന്നത് ഇപ്പോൾ ഒരു സാധാരണ ആവറേജ് ആൾക്കാർക്ക് 100ന്റെ മേലത്തെ ബി പി 100ന്റെയും 140ന്റെ ഇടയിലാണ് നോർമൽ പ്രഷർ. താഴത്തെ ബി പി എന്ന് പറഞ്ഞാൽ 60ന്റെ 90ന്റെ ഇടയിൽ. നമ്മൾ മോണിറ്റർ കാണുമ്പോൾ അതിന്റെ ഏറ്റവും താഴെ കാണുന്നത് പൾസാണ്. അതും 60ന്റെ 90ന്റെ ഇടയിലാണ് നോർമൽ. അപ്പോൾ 100ന്റെ താഴെയാലും പ്രശ്നമാണ്, 140ന്റെ മേലെയാലും പ്രശ്നമാണ് ഈ സിസ്റ്റോളിക് പ്രഷർ. പിന്നെ നമ്മൾ കുറച്ച് സ്ട്രെസ്സൊക്കെ ഉള്ള സമയത്താണ് ഇപ്പോൾ 140ന്റെ മേലുള്ള കുറച്ച് മേലേക്ക് പോയാൽ. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ പിന്നെ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ബി പി രണ്ടാമത് റിപ്പീറ്റ് ചെയ്യണം. അങ്ങനെ 3 തവണയിൽ കൂടുതലായിട്ട് ബി പി കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ മരുന്ന് കഴിക്കണം. ആദ്യം ഒരു 3 മാസം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഉപ്പൊക്കെ. ബി പിക്ക് മെയിനായിട്ട് പ്രശ്നം വെച്ചാൽ ഉപ്പാണ്. ഉപ്പിന്റെ കണ്ടന്റ് കൂടിക്കഴിഞ്ഞാൽ അത് ബി പിയെ പരമായി ബാധിക്കും. പിന്നെ അത് കൂടാതെ ഓവർ വെയിറ്റുള്ള ആൾക്കാരാണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക, ആക്ടിവിറ്റി നമ്മൾ ഫിസിക്കൽ എക്സസൈസ് കൂടുക. ഇതുവഴി വെയിറ്റ് 10% കുറയുമ്പോൾ തന്നെ ബി പി നന്നായിട്ട് കുറയും. എന്നിട്ട് 3 മാസം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തിയിട്ട് മാറ്റം ഒന്നും കാണുന്നില്ലെങ്കിൽ മരുന്ന് കഴിക്കാം. 100 മുതൽ 140 വരെ 60ന്റെ 90ന്റെ ഇടയിൽ കണ്ടെത്തുന്ന സമയത്ത് നമ്മളിപ്പോ ചില ആൾക്കാര് പ്രമേഹം കണ്ടുപിടിച്ചാലും പിന്നെ കുറെ കാലം മരുന്ന് കഴിക്കാതിരിക്കും. ഞാൻ കൺട്രോൾ ചെയ്യാൻ ഈ ഒരു സ്റ്റഡി നടത്തിയിട്ട് ഒരു 10-40 കൊല്ലത്തെ സ്റ്റഡിയുടെ റിസൾട്ട് പറയുന്നത് വെച്ചാൽ നമ്മൾ പ്രമേഹം കണ്ടെത്തുന്ന സമയത്ത് നമ്മളെ ബീറ്റാ സെൽ എന്ന് പറയുന്നത് നമ്മുടെ പാൻക്രിയാസിന്റെ ഉള്ള സെല്ലിൽ നിന്നാണ് ഇൻസുലിൻ വരുന്നത്. ഈ ബീറ്റാ സെല്ലിന്റെ 50% സെല്ലും നമ്മൾ പ്രമേഹം കണ്ടുപിടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നു. ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ബാക്കി പകുതി സെല്ലുകൾ ബാക്കിയിട്ടാണ്. ഈ പകുതി സെല്ലും നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പ്രമേയം കണ്ടുപിടിച്ച ആ സമയത്ത് പുതിയ സ്റ്റഡീസിലൊക്കെ പറയുന്നത് അപ്പം തന്നെ നമ്മൾ അഗ്രസീവായിട്ട് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ കിട്ടിയിട്ടാകും. അപ്പം നിങ്ങൾ ആദ്യം തന്നെ കണ്ടുപിടിച്ച ഉടനെ തന്നെ. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ കണ്ടുപിടിച്ച ആ പോയിന്റ് തന്നെ നമ്മൾ കിഡ്നി ചെക്ക് ചെയ്യണം. ഈ ടൈപ്പ് 2 പ്രമേയ രോഗികൾ പ്രമേയം കണ്ടുപിടിച്ച ആ സ്പോട്ടിൽ തന്നെ അന്ന് തന്നെ അവരുടെ കിഡ്നിയുടെ സ്റ്റാറ്റസ് നോക്കാം. പിന്നെ കുറെ കാലത്തേക്ക് കഴിഞ്ഞിട്ട് പിന്നെ നോക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ സാധാരണ പറഞ്ഞ പോലെ ഈ പ്രഷർ പ്രമേയം എന്നുള്ള സംഭവങ്ങളൊക്കെ സൈലന്റ് കില്ലേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾ ലക്ഷണങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കരുത്. ലക്ഷണം വരുന്നതിന് മുന്നേ ട്രീറ്റ് ചെയ്യാം. കാരണം ലക്ഷണം പിന്നെ ചിലപ്പോൾ സ്ട്രോക്കിന്റെ രൂപത്തിലോ അറ്റാക്കിന്റെ രൂപത്തിലോ ആയിരിക്കും. അപ്പൊ അതിനെ വരാതിരിക്കാൻ സൈലന്റ് ആയിട്ടുള്ള സമയത്ത് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കും. സാധാരണ 25 വയസ്സിന്റെ മുമ്പുള്ള ആളുകളിൽ വരുന്ന ഒരു നോർമൽ ഏജ് എടുക്കണം. അതിൽ സംഭവിക്കുന്ന വെച്ചാൽ നമ്മളെ ശരീരത്തിൽ പാൻക്രിയാസിന്റെ ഗ്രന്ഥിയിൽ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾ തടി ഉണ്ടായ ഡെഫിഷ്യൻസിയാണ് എന്ന് പറഞ്ഞാൽ ഇൻസുലിൻ ശരീരത്തിൽ ഉണ്ടാവണില്ല. രണ്ടാമത്തെ പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഇൻസുലിൻ പ്രോപ്പറായിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. അതാണ് ടൈപ്പ് 2 എന്ന് പറഞ്ഞാൽ 25 വയസ്സിന്റെ ശേഷമുള്ള ആൾക്കാർ ജീവിതശൈലി കാരണം അവരുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് രൂപപ്പെടും. അപ്പം ഇൻസുലിൻ ഉണ്ടാവും, തുടക്കത്തിൽ കുറെ ഉണ്ടാവും. അത് അതിൻ്റെതായ ഓരോ സെല്ലുകൾ ആക്ട് ചെയ്യണം. ആ സെല്ലുകളിൽ ആക്ട് ചെയ്യില്ല പ്രോപ്പറായിട്ട്. അങ്ങനെ കുറെ കാലം കഴിയുമ്പോൾ പിന്നെ അവർക്കും ഇൻസുലിൻ ലഭിച്ചില്ല. കാരണം ഈ ആക്ട് ചെയ്യാതാവുമ്പോൾ അത് ശരീരം പ്രോപ്പറായി പ്രവർത്തിക്കാൻ വേണ്ടി ഇൻസുലിൻ കൂടുതൽ ഉത്പാദിപ്പിക്കും. അപ്പൊ കുറെ ഉത്പാദിപ്പിക്കുമ്പോൾ അവസാനം ആ ഇൻസുലിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് ടയർഡായിട്ട് തച്ചു. അപ്പൊ അവർക്കും പിന്നെ ഇൻസുലിൻ വരും. ടൈപ്പ് 1 ആദ്യം തന്നെ ഇൻസുലിൻ വേണം. അത് കണ്ടുപിടിച്ച ആ സമയം മുതലേ അവർക്ക് ഗുളികയില്ല, ഇൻസുലിൻ തന്നെ സ്റ്റാർട്ട് ചെയ്യും.